പേഴ്സണിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വിഴിഞ്ഞം പോർട്ട് പോലെ കേരളത്തിൻ്റെ വളരെ അഭിമാനകരമായ ഒരു പോർട്ടിൻ്റെ ഉടമസ്ഥാവകാശം തന്നെ MSC കമ്പനിക്ക് ലഭ്യമാകുന്ന തരത്തിൽ നിക്ഷേപം നടന്നിട്ടും അത് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ്. അതായത് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി 61% തുക മുടക്കിയിരിക്കുന്ന കേരള സർക്കാർ 2060 ശേഷം പൂർണ്ണമായ ഉടമസ്ഥാവകാശവും ലഭിക്കേണ്ട കേരള സർക്കാർ അറിയാതെയാണ് ഉടമസ്ഥാവകാശം തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം കൺസെഷൻ എഗ്രിമെൻറ്റിൽ ആ ക്ലോസ് ഉണ്ട്, 25% മുകളിൽ വന്നാൽ ഉടമസ്ഥാവകാശം തന്നെ മാറും എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഉടമസ്ഥാവകാശം സ്വാഭാവികമായി MSCക്ക് കൂടി പോകും. 13,000 കോടി രൂപയുടെ നിക്ഷേപം MSC എന്ന് പറയുന്ന കമ്പനി നടത്തിയിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി അറിയാതെയാണോ, നമ്മൾ ആരും അറിയാതെയാണോ? നമുക്ക് ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് തോന്നുന്ന ഒരു ഡീലാണ് ഇത്. ഇന്നലെ അദാനി ഗ്രൂപ്പാണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ CEO ആണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ അദാനി ഗ്രൂപ്പ് CEO പറയുകയാണ്, ഇങ്ങനെ ഒരു വലിയ ഡീലിൽ പ്രാഥമിക ധാരണയിലെത്തിയിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നുവെന്ന് അദാനിയാണ് അറിയിക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറയുകയാണ്, ഇങ്ങനെ ഒരു കാര്യം സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് കേരള സർക്കാരാണ്. അപ്പോൾ കേരള സർക്കാർ ഉടമയായിരിക്കുന്ന ഒരു തുറമുഖത്തിൻ്റെ ഓഹരികൾ ഒരു വിദേശ കമ്പനിക്ക് കേരള സർക്കാർ അറിയാതെ വിൽക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ വിൽക്കുന്നതിനുള്ള പ്രാഥമിക കരാർ അദാനി ഒപ്പുവെച്ചു എന്നുള്ളതാണ്. 49% ഓഹരിയാണ് വിദേശ MSC എന്ന് പറയുന്ന വിദേശ കപ്പൽ കമ്പനിക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 49% ഓഹരി, അതിലൂടെ 13,000 കോടി രൂപയുടെ നിക്ഷേപം വിഴിഞ്ഞത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ദേശാഭിമാനി അടക്കം ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ നേട്ടമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്തയൊക്കെ നൽകിയിട്ടുണ്ട്. ആ വാർത്ത ഓൺലൈനിൽ നിന്ന് പിൻവലിച്ചു എന്ന് പറയുന്നു. ഏതായാലും പ്രതിപക്ഷ നേതാവ് ഇന്ന് പിണറായി വിജയൻ എന്ന നിയമസഭയിൽ ഇത് ഒരു കുത്തക കമ്പനിക്ക് ഇത്രയും കൂടുതൽ ഓഹരി 49% ഓഹരി കൈമാറുന്നത് അത് ഒരു കുത്തക അവകാശമായി മാറും എന്നൊക്കെയുള്ള ആശങ്ക നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇവിടെ അദാനി എന്തിനാണ് ഇങ്ങനെയൊരു ഡീൽ സംസ്ഥാന സർക്കാർ അറിയാതെ ഈ ഒരു ഡീൽ അദാനി ഇതിനു മുൻപ് 2 തുറമുഖത്ത് ഇതേപോലെ MSC കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഗുജറാത്തിലെ മുദ്ര തുറമുഖം, ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ എന്നൂർ തുറമുഖത്തും ഇതേപോലുള്ള 2 തുറമുഖത്തും ഈ MSC കമ്പനിയുമായി കരാറുണ്ടാക്കിയിട്ടുണ്ട്, ഓഹരികൾ വിറ്റിട്ടുണ്ട്. ഏതാണ്ട് അതേ മാതൃകയിലാണ് ഈ MSC കമ്പനിയുമായി ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 49% ഓഹരികൾ ഈ കമ്പനിക്ക് കൈമാറാൻ ധാരണയാകുന്നു. 13,000 കോടി രൂപ ഈ കമ്പനി വിഴിഞ്ഞത്ത് നിക്ഷേപിക്കാൻ പോകുന്നു. നോക്കൂ, വിഴിഞ്ഞം തുറമുഖത്തിൽ ഇതുവരെ അദാനി നിക്ഷേപിച്ചിരിക്കുന്ന പണം എന്ന് പറയുന്നത്, അദാനി ചിലവാക്കിയിരിക്കുന്ന പണം എന്ന് പറയുന്നത് വെറും 2,404 കോടി രൂപ, 2,454 കോടി രൂപയാണ്. 40 വർഷത്തേക്കാണ് കരാർ. കേരള സർക്കാർ മുടക്കിയിരിക്കുന്നത് 5,595 കോടി രൂപയാണ്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 27,000 കോടി രൂപയാണ്. 27,000 കോടി രൂപ. അപ്പോൾ ആ 27,000 കോടി രൂപ മൂല്യം കാണിച്ചുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര സ്വിസ് കപ്പൽ കമ്പനിയായ MSCയിൽ നിന്ന് ഇപ്പോൾ 13,000 കോടി രൂപ നിക്ഷേപം അദാനി നേടാൻ പോകുന്നത്. 49% ഓഹരി വിറ്റിട്ട് ഈ വിഴിഞ്ഞം തുറമുഖം കേരള സർക്കാരും അദാനിയും തമ്മിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കരാറിൻ്റെ ക്ലോസിൽ 5.3 വളരെ കൃത്യമായി പറയുന്നുണ്ട്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി ഏതെങ്കിലും കമ്പനിക്ക് കൈമാറുന്നുണ്ടെങ്കിൽ കേരള സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. ഇനി 25% കൂടുതൽ ഓഹരി കൈമാറുന്നുണ്ടെങ്കിൽ അത് ഉടമസ്ഥാവകാശം കൈമാറൽ കൂടിയാണ്, അതിന് മുൻകൂർ അനുമതി വാങ്ങണം. ഇതൊന്നും തന്നെ അദാനി ഇവിടെ പാലിച്ചിട്ടില്ല. അപ്പോൾ അദാനി ആരും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായി കേരളത്തിലും പ്രവർത്തിച്ചു തുടങ്ങിയോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അദാനിയെ ആര് കൊണ്ടുവന്നു? അദാനി ആരാണ് കൊണ്ടുവന്നത്? അത് കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത് എന്ന് ഇടതുപക്ഷം പറയുന്നു, ഇടതുപക്ഷമാണ് കൊണ്ടുവന്നതെന്ന് കോൺഗ്രസ് പറയുന്നു. ഇന്ത്യ സഖ്യം യോഗത്തിൽ വരെ ഇതുവരെ ചർച്ചയായല്ലോ, അദാനിയെ കൊണ്ടുവന്നത് നിങ്ങളാണല്ലോ എന്നാണ് രാഹുൽ ഗാന്ധി യോഗത്തിൽ പങ്കെടുത്ത ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചത്. നിങ്ങൾക്ക് വസ്തുത അറിയാത്തത് കൊണ്ടാണ് എന്ന് ജോൺ ബ്രിട്ടാസ് തിരിച്ച് രാഹുൽ ഗാന്ധിയോട് മറുപടി പറയുന്നു. അപ്പോൾ അദാനി ഇങ്ങനെ ഒരു വിവാദ വ്യവസായിയായി കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും കേരളത്തിൽ അദാനി പ്രബലനാണ്, ശക്തനാണ്, ഒരു സംശയവുമില്ല.
വേണ്ട. ആ അദാനി കേരളത്തിലെ സർക്കാർ പോലും അറിയാതെ ഇപ്പോൾ ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ, കേരളത്തിന് ഉടമസ്ഥാവകാശമുള്ള വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 49% ഓഹരി വിൽക്കുകയാണ്. നോക്കി, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ രണ്ടാം ഫേസ്, സെക്കൻഡ് ഫേസ് വികസന പദ്ധതിയിൽ അദാനി നിക്ഷേപിക്കേണ്ടത് 16,000 കോടി രൂപയാണ്. 16,000 കോടി രൂപ അത് അദാനി നിക്ഷേപിക്കണം. ആ 16,000 കോടി രൂപ നിക്ഷേപിക്കേണ്ടിടത്താണ് 49% ഓഹരി വിറ്റ് ഈ MSC കമ്പനിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ 13,000 കോടി രൂപ നിക്ഷേപിക്കും. അദാനിയുടെ കയ്യിൽ നിന്ന് ഒരു പണവും ചിലവാകുന്നില്ല. അദാനി അങ്ങനെ ഒരു വിദേശ കമ്പനിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. ശരിയാണ്, വിദേശ നിക്ഷേപം വേണം, സ്വകാര്യ നിക്ഷേപം വേണം, വികസനത്തിന് ഇതൊക്കെ വേണം. പക്ഷേ ഇവിടെ ഉടമസ്ഥാവകാശമുള്ള കേരള സർക്കാർ അറിയുന്നില്ല. ഇവിടെ സുരക്ഷാ ക്ലിയറൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി വ്യക്തതയില്ല. അദാനിയാകുമ്പോൾ എന്തും ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യമാണോ എന്നതറിയില്ല. കേന്ദ്ര സർക്കാരുമായി ഇതിന് പിന്നിൽ എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന കാര്യവും അറിയില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞു. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഡീൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും അറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് പിന്നിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഏകപക്ഷീയമായി അദാനി ഇങ്ങനെ പോയി ഓഹരി വിൽക്കാനുള്ളൊരു തീരുമാനം ഒരിക്കലും എടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനൊക്കെ തന്നെ ചില ധാരണകൾ ഉണ്ടായിരിക്കും. അതൊരു രഹസ്യ ധാരണയായിരിക്കും. തീർച്ചയായും ചൂണ്ടിക്കാണിക്കാവുന്നത് നേരായ രീതിയിലല്ല, ഈ ചട്ടങ്ങൾ പ്രകാരമല്ല, ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള ധാരണ പ്രകാരവുമല്ല അദാനി ഈ ഒരു ഡീലിന് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വിശദമായി പരിശോധിക്കപ്പെടണം. ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് പൊതു താല്പര്യം കണക്കിലെടുത്ത്, ദേശീയ സുരക്ഷ കണക്കിലെടുത്ത്, കേരളത്തിൻ്റെ വികസന താല്പര്യം കണക്കിലെടുത്ത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നതാണ്. അതെന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ ഇടപാടിൽ വലിയ ദുരൂഹതയുണ്ട്. MSC കപ്പലുമായി ബന്ധപ്പെട്ട്, കമ്പനിയുടെ കപ്പലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമാണ് മുദ്ര പോർട്ടിൽ നിന്ന് വലിയ ഡ്രഗ് കാർട്ടലുകൾ, വലിയ മയക്കുമരുന്ന് ശേഖരമൊക്കെ തന്നെ പിടിച്ചിട്ടുള്ളത്. അതെ. മാത്രമല്ല 2019 അമേരിക്കയിൽ ഈ MSC കപ്പലിൽ നിന്ന് ഏതാണ്ട് 20 ടൺ കൊക്കൈൻ പിടിച്ചിട്ടുണ്ട്. 20 ടൺ കൊക്കൈൻ പിടിച്ചിട്ടുണ്ട്. അന്ന് നടത്തിയിട്ടുള്ള അമേരിക്കൻ അന്വേഷണ ഏജൻസികളുടെ പരിശോധനയിൽ ഈ യൂറോപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ മയക്കുമരുന്ന് കാർട്ടലുകൾ, ബാൽക്കൺ കാർട്ടൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് സംഘങ്ങൾ ഈ MSC കപ്പലിൻ്റെ ജീവനക്കാരെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ അന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പല കപ്പലുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കപ്പലുകളൊക്കെ വിട്ടുകൊടുക്കാൻ വേണ്ടി $50 മില്യൺ പിഴ ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ നിലയിലൊക്കെ തന്നെ ലോകത്ത് വലിയ ആശങ്കകൾ ഈ കപ്പലിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉയരുന്നുണ്ട്. കൊച്ചി കടപ്പുറത്തും തുറമുഖത്തും സമാനമായ രീതിയിൽ, അത് MSC കപ്പലിൽ നിന്നല്ല, വേറൊരു കപ്പലിലാണ്. പക്ഷേ ആ കപ്പൽ വന്ന് നിന്നതൊക്കെ തന്നെ MSC കപ്പൽ വരാനുള്ള സ്ഥലത്താണതൊക്കെയാണെന്ന് പറയുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ ആശങ്കകളും അവ്യക്തതകളും ഒക്കെ തന്നെയുണ്ട്. അതൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് 27,000 കോടി രൂപയുടെ മൂല്യം ഉണ്ടായിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് കേരള സർക്കാർ അറിയാതെ അതിൻ്റെ ഓഹരികൾ ഒളിച്ചു കടത്തി, ഒളിച്ചു വിറ്റ് അദാനി പണമുണ്ടാക്കിയൊരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്, രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടേണ്ടതാണ്. Meet the editors.